ഹായ്, ഫിനാലെ വീക്ക് അവസാന ആഴ്ചയിലെ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഈ ആഴ്ച ആരാണോ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നത് അവരായിരിക്കും ബിഗ് ബോസ് സീസൺ 7 വിജയ്. ഇന്നലെ 10:30 മുതൽ ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഗംഭീരമായിട്ടുള്ള വോട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പറയാൻ പോകുന്നത് അൺഒഫീഷ്യൽ പോൾ റിസൾട്ട് ആണ്. ഇവിടെ ഏറ്റവും മുന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ലൈക്ക്, ഷെയർ, കമന്റ്സ്, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. 7 പേർ: ആദില, അക്ബർ, നെവിൻ, നൂറ, അനുമോൾ, അനീഷ്, ഷാനവാസ്. ഇവരാണ് ആ 7 പേർ. ഇവർക്ക് അൺഒഫീഷ്യൽ പോളിൽ എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത്? അൺഒഫീഷ്യൽ പോളിൽ ആദ്യ സമയങ്ങളിൽ, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നത് വരെ ഏറ്റവും മുന്നിൽ അത് അനുമോൾ തന്നെയാണ്. അനുമോൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. വലിയ രീതിയിലുള്ള വോട്ടാണ് അനുമോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്പർ 1 അനുമോൾ തന്നെയാണ്. 2ാം സ്ഥാനത്ത് അനീഷാണ്. അനീഷിനും നല്ല രീതിയിൽ വോട്ട് കയറുന്നു എന്നുള്ളത് എടുത്തു പറയുന്നു. അനുമോൾക്കൊപ്പം തന്നെ അനീഷും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയുന്നു. മികച്ച വോട്ടുകൾ അനീഷ് നേടിക്കൊണ്ടേയിരിക്കുന്നു. 3ാം സ്ഥാനം അവിടെ ഷാനവാസാണ്. ഷാനവാസും വമ്പൻ വോട്ടാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അനുമോളുടെയും അനീഷിന്റെയും തൊട്ടടുത്തു തന്നെയാണ് ഷാനവാസിന്റെയും സ്ഥാനം. വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇപ്പോൾ അൺഒഫീഷ്യൽ പോളിൽ 1ാം സ്ഥാനം അനുമോൾ, 2ാം സ്ഥാനം അനീഷ്, 3ാം സ്ഥാനം ഷാനവാസ്. ഇവിടെ 4ാം സ്ഥാനം അവിടെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവിടെ നെവിൻ കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. നെവിന് മികച്ച രീതിയിലുള്ള വോട്ടുകൾ വരുന്നുണ്ട്. വമ്പൻ നേട്ടം നെവിൻ കൊയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നെവിനാണ് 4ാം സ്ഥാനം. 5ാം സ്ഥാനം നൂറ. നൂറയ്ക്കും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ 5ാം സ്ഥാനത്ത് നൂറയാണ്. 6ാം സ്ഥാനത്ത് അക്ബറാണ്. അക്ബറിനും അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ അക്ബറാണ് 6ാം സ്ഥാനത്ത്. ഏറ്റവും അവസാനം ഇപ്പോൾ ആദിലയാണ് ഉള്ളത്. ആദിലയ്ക്കും വോട്ട് കയറുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് വോട്ട് കുറവാണ് എന്ന് മാത്രം. ഇപ്പോൾ ഏറ്റവും അവസാനം ആദിലയാണുള്ളത്. അതായത് 1ാം സ്ഥാനം അനുമോൾ, 2ാം സ്ഥാനം അനീഷ്, 3ാം സ്ഥാനം ഷാനവാസ്, 4ാം സ്ഥാനം നെവിൻ, 5ാം സ്ഥാനം നൂറ, 6ാം സ്ഥാനം അക്ബർ, ഏറ്റവും അവസാനം ആദില. മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഒരാൾ പുറത്തു പോകും. അതുപോലെ തന്നെ ശനിയാഴ്ച ഫിനാലേക്ക് തൊട്ട് മുൻപ് ഒരാൾ കൂടി പുറത്തു പോകും. ഫിനാലെ ദിവസം 5 പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയാണ് വോട്ടിംഗ് എങ്കിൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില പുറത്തേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന്. അപ്പോൾ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ടുകൾ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്കായി. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.